ഒപ്പോസിഷൻ എല്ലാ ദിവസവും പാർലമെന്റിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. പ്ലക്കാർഡ്സ്, സ്ലോഗൻസ്, അഡ്ജമെന്റ്സ്. പിന്നെ ഒരു സൈഡിൽ ഗവൺമെന്റ് പറയുന്നു രാജ്യം നിൽക്കരുത്, ബിൽസ് പാസ് ചെയ്യണം. അതിന്റെ റിസൾട്ട് എന്തായി? ഈ മോൺസൂൺ സീസണിൽ പല ബിൽസ് ഡീറ്റെയിൽ ഡിബേറ്റ് ഇല്ലാതെ പാസ്സായി. MSME അമെൻമെന്റ് ബിൽ വെറും 3 മിനിറ്റ്, ടാക്സേഷൻ അമെൻമെന്റ് ബിൽ 3 മിനിറ്റ്, അപ്രോപ്രിയേഷൻ ബിൽ നമ്പർ 3 ഏകദേശം 54,000 crore അഡീഷണൽ എക്സ്പെൻഡിച്ചർ ഓതറൈസ് ചെയ്ത ബില്ല്, അതും കുറച്ച് മിനിറ്റുകളിൽ പാസ്സായി. സത്യം പറഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ഓപ്പോസിഷനിൽ ആണ്. നിങ്ങൾ പാർലമെന്റിൽ വന്നത് ഡിബേറ്റ് ചെയ്യാനാണ്, പ്രൊട്ടസ്റ്റ് ചെയ്യണം. പക്ഷേ ഡിബേറ്റ് ബോയ്ക്കോട്ട് ചെയ്താൽ അവസാനം ഗവൺമെന്റ് മെജോറിറ്റി യൂസ് ചെയ്ത് ബിൽ പാസ് ചെയ്യും. അതിൽ ആർക്കും സർപ്രൈസ് വേണ്ട. പക്ഷേ ഗവൺമെന്റിനും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മെജോറിറ്റി ഉണ്ട് എന്ന് വെച്ച് ഡിബേറ്റ് മിനിമം ആക്കാൻ പാടില്ല. നല്ല ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ കേട്ടാൽ ഗവൺമെന്റിന് തന്നെ സ്ട്രോങ്ങർ ആക്കും. ഡെമോക്രസിയിൽ മെജോറിറ്റി ബിൽ പാസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഡിബേറ്റ് ആണ് ഡെമോക്രസിയുടെ സോൾ. പൊളിറ്റിക്കൽ ഫൈറ്റ് ജയിക്കുന്നതിനെക്കാട്ടിലും വലുത് രാജ്യത്തിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കുന്നതല്ലേ. ഹോപ്പ് ഇറ്റ് റെസൊനേറ്റ്സ്. ബൈ ഫോർ നൗ.